നമസ്കാരം. ഞാനൊരു കഥയാണ് ഇന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിനടുത്ത് ഒരു ഡോക്ടറും ഭാര്യയും 2 കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ, ഒരാളിന് 1 വയസ്സും ഒരാളിന് 3.5 വയസ്സും. അപ്പോൾ അവരോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ദിവസം ഡോക്ടർ ഷേവ് ചെയ്തതിന് ശേഷം ആ റേസറും ബ്ലേഡറുമൊക്കെ ഒരു താഴെ ഒരു സ്റ്റൂളിലോ മറ്റോ വെച്ചിട്ട് പോയി. മൂത്ത കുഞ്ഞ് അതെടുത്ത് ഇളയ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഷേവ് ചെയ്തു. അവൻ്റെ ഇവിടുത്തെ ആർട്ടറി പൊട്ടി. അവൻ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. മരണത്തിനോടടുത്തുകൊണ്ടിരുന്നു. ഡോക്ടർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണുന്ന രംഗം ഇതാണ്. കുഞ്ഞ് ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ കാറെടുത്ത് ഈ കുഞ്ഞിനെയും കയറ്റി പുറകോട്ടെടുത്തു. അപ്പോൾ മൂത്ത കുഞ്ഞ് പേടിച്ചിട്ട് ഈ കാറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ പുറത്തൂടെ കാറ് കയറിപ്പോയി. അങ്ങനെ ആ ഡോക്ടറിന് 2 കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ അച്ഛനമ്മമാരോട് പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക. ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ, അതായത് ബ്ലേഡ്, നൈഫ്, അതുപോലെ സിസേഴ്സ്, ഇതൊന്നും നിങ്ങളുടെ കുട്ടികളുടെ കൈ എത്തുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. മാത്രമല്ല, പുളിങ്കുരു പോലെയുള്ളതും മഞ്ചാടിക്കുരു പോലെയുള്ള സാധനങ്ങളൊന്നും താഴെ വയ്ക്കാതിരിക്കുക. നെല്ലിക്ക പോലെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചവയ്ക്കാൻ ആയിട്ട് പല്ലിൻ്റെ ശക്തി കൂടാനെന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. അത് തൊണ്ടയിൽ പോയാലും അതുപോലെ തന്നെയാണ്. പിന്നെ നിലക്കടല, കടല, അതുപോലെ തന്നെ റംബൂട്ടാൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കഴിക്കാനായിട്ട് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതൊരു കഥ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇത് നടന്ന സംഭവമാണ്. ആ ഡോക്ടർ അവിടുന്ന് മാറിപ്പോയി. അവരുടെ ജീവിതം എങ്ങനെയായി എന്ന് പിന്നീട് ആർക്കും അറിയില്ല. പക്ഷേ ഇത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ അശ്രദ്ധ കാരണമാണ് ആ കുടുംബമില്ലാതെയായത്. അവരുടെ ജീവിതത്തിൽ ഇന്നത്തേക്കുമായി ദുഃഖം വന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ആപത്തുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോഴും. മുൻപിൽ പോകുന്നവൻ പോകട്ടെ, നമ്മളൊന്ന് പതുക്കെ ആയാലെന്താ, നമ്മൾ കുറച്ച് താമസിച്ചെത്തുമെന്നല്ലേ ഉള്ളൂ. എത്തുമല്ലോ, നമ്മളില്ലാതാവുകയില്ലല്ലോ. നമ്മൾ നരകത്തിലോ സ്വർഗത്തിലേക്കോ പോവുകയില്ലല്ലോ. കാലൻ വന്ന് വിളിക്കുകയില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സാവധാനവും ക്ഷമയും കാണിക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും, നിങ്ങളുടെ റോഡിലാണെങ്കിലും, നിങ്ങൾ പണിയെടുക്കുന്നിടത്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് ഈ എടുത്ത് ചാട്ടം കാണിക്കാതെ, പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ വളരെ ശ്രദ്ധയോട് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ സോക്കറ്റിൻ്റെ പിൻ പോയിൻറ്റ്സ്, അതിലേക്ക് കുട്ടികൾ ഈ തലയിലുള്ള സ്ലൈഡും മറ്റും കുത്തിക്കയറ്റാനായിട്ട് എളുപ്പമുണ്ട്. എൻ്റെ മകൻ പണ്ടൊരിക്കൽ അങ്ങനെ ചെയ്തു. അവൻ ഷോക്കടിച്ച് താഴെ വീണു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാതെ അതും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വേണ്ടാത്ത സോക്കറ്റൊക്കെ നമ്മൾ അടച്ചു വയ്ക്കുക. ടേപ്പുകൾ കൊണ്ടോ മറ്റോ അടച്ചു വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. പിന്നെ ഏറ്റവും വലുതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ ആഗ്രഹങ്ങൾ കൂടി നിങ്ങൾ സാധിച്ചു കൊടുക്കുക. ഒരു തുമ്പിയെ കൊണ്ട് വലിയൊരു കല്ലെടുപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ ആ തുമ്പിക്ക് കല്ലെടുക്കാൻ പറ്റാതെ വരികയും പാതി വഴിയിൽ അവൻ ചിറയൊക്കെ കുഴഞ്ഞ്, അല്ലെങ്കിൽ അവൻ്റെ ശരീരം കുഴഞ്ഞ് വീഴുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഇവിടുത്തെ പല അച്ഛനമ്മമാരും, പ്രത്യേകിച്ചും NRIs ആയിട്ടുള്ള അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ MBBSൻ്റെ ട്യൂഷൻ എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അവിടെ വന്ന കുട്ടികളൊക്കെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും പല മെഡിക്കൽ കോളേജിലും അവരെ 1 കോടിയും മറ്റും ഒക്കെ, എനിക്ക് പറയാൻ പറ്റില്ല, പല പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലും അവർ 1 കോടിയിൽ കൂടുതൽ ഡൊണേഷനൊക്കെ കൊടുത്ത് അവർ കയറിയവരാണ്. അവരെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. കാരണം അവർ എൻട്രൻസിൻ്റെ ലിസ്റ്റിൽ പോലും വന്നില്ല, നീറ്റിൻ്റെ ലിസ്റ്റിൽ പോലും വരാത്ത കുട്ടികളാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അവരെ ഡോക്ടറാക്കണം. 5ഉം 6ഉം പ്രാവശ്യം തോറ്റ് കിടക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ നിർത്ത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുക. അപ്പോൾ കുട്ടികളോട് അവരുടെ ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി നമ്മൾ കൊണ്ട് ചേർത്ത് അത് നിങ്ങൾ കുട്ടികളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതിലേ മുതൽ തന്നെ നമ്മൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക.
അവൻ്റെ ഇഷ്ടം എന്താണോ, ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമുള്ള ഒരു പയ്യനെ അല്ലെങ്കിൽ പെണ്ണിനെ നിങ്ങൾ ഡോക്ടറാക്കാൻ ചുണ്ടാൽ രക്തം കാണുമ്പോൾ തലകറങ്ങി വീഴുന്ന അവൾ എന്തായിട്ട് മാറും? അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വത്താണ്. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം ശ്രദ്ധ ചെലുത്തുക. അവരെ ഈ നമ്മൾ എടുക്കാൻ പറ്റാത്ത ഭാരം അവരുടെ തലയ്ക്ക് ഏറ്റാൽ അവർ ചിലപ്പോൾ ഒരു ആത്മഹത്യ ചെയ്തുവന്നിരിക്കും. അത് വേണോ? കുട്ടികൾ വേണമല്ലോ നമുക്ക്. നമ്മളെ ഈ നമ്മുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനും നമ്മുടെ ഓരോ പുഞ്ചിരിക്കും പുറകിൽ നമ്മുടെ കുട്ടികളാണല്ലേ. അതുകൊണ്ട് ആ കുട്ടികൾ വളരെ സന്തോഷത്തോടെ, വളരെ ആരോഗ്യത്തോടെ, വളരെ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക.